എല്ലാവർക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജനുവരി 1 വിന്റർ ട്രാൻസ്ഫർ വിൻഡോ ആരംഭിച്ചതോടെ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പരിക്കേറ്റ് പുറത്തുപോയ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനായി ആര് എത്തുമെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒട്ടേറെ അഭ്യൂഹങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത്തരമൊരു അഭ്യൂഹമായിരുന്നു അൽവാരോ വാസ്കസ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരും എന്നുള്ളത്. പക്ഷേ പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് മെർഗുലാഹോ ഈ ഒരു റിപ്പോർട്ട് വ്യാജമാണെന്ന് പറഞ്ഞ് ഇന്നലെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരു മുന്നേറ്റ താരത്തെയല്ല ടീമിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്നും അതിനു പകരമായിക്കൊണ്ട് ഒരു മധ്യനിര താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുക എന്ന സൂചന കൂടി മാർക്കസ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്ന അഭ്യൂഹ ന്യൂസായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഒരു മുന്നേറ്റ താരത്തെയാണ് സ്വന്തമാക്കുക എന്നുള്ളത്. പക്ഷെ നിലവിൽ ഏതായാലും മാർക്കസിന്റെ റിപ്പോർട്ട് വന്നതോടുകൂടി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതെല്ലാം ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ളത്. എന്നാൽ മാർക്കസിന്റെ റിപ്പോർട്ടിൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുന്ന താരം ആരാണ് എന്നൊന്നും പ്രതിപാദിക്കുന്നില്ല. ഇതുകൂടാതെ നിലവിൽ താരവുമായുള്ള ചർച്ചകൾ ബ്ലാസ്റ്റേഴ്സ് വ്യാപകമായി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിനോടനുബന്ധിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിനെ കുറിച്ചാണ്. സച്ചിൻ സുരേഷിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ ഗ്ലൗ ഏൽപ്പിച്ചപ്പോൾ പലരുടെയും തെറ്റിദ്ധാരണയായിരുന്നു ഈ ഒരു പയ്യനെ എന്തിനാണ് ഗോൾ കീപ്പറായി നിർത്തുന്നത് എന്ന്. താരത്തെക്കാൾ കൂടുതൽ ISL എക്സ്പീരിയൻസ് ഉള്ള ഗോൾ കീപ്പർമാരായ ലാറ ശർമ്മയും കരൺജിത് സിംഗും ടീമിൽ ഉള്ളപ്പോഴായിരുന്നു സച്ചിനെ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിൽ ഇറക്കിയത്. പക്ഷേ ഗോൾ വലക്ക് മുന്നിലെ സച്ചിന്റെ മികച്ച സേവുകൾ കണ്ടുകൊണ്ട് സച്ചിനെ വിമർശിച്ചവർ പോലും താരത്തിന് വേണ്ടി കൈയടിച്ചിട്ടുണ്ട്. ISL പല സൂപ്പർ താരങ്ങളുടെയും ഷോട്ടുകൾ തടഞ്ഞിടുന്ന സച്ചിൻ ഇപ്പോൾ ആരാധകരുടെ എല്ലാവരുടെയും ഇഷ്ട താരം കൂടിയാണ്. ഇപ്പോ ഇതാ ISL ചരിത്രത്തിൽ ഇതുവരെ ആരും സ്വന്തമാക്കാത്ത ഒരു അപൂർവ നേട്ടത്തിനരികെ എത്തിയിരിക്കുകയാണ് ഈ ഒരു മലയാളി ഗോൾ കീപ്പർ. അതെ, നിലവിലെ സീസണിലെ എമേജിംഗ് താരങ്ങളുടെ പട്ടികയിൽ സച്ചിനും ഇടം പിടിച്ചിട്ടുണ്ട്. സച്ചിന് ഇത്തവണത്തെ എമേജിംഗ് പുരസ്കാരം സ്വന്തമാക്കാനായാൽ ഇതൊരു ചരിത്രം കൂടിയാവും. കാരണം ഇതുവരെ ഒരൊറ്റ ഗോൾ കീപ്പർ പോലും ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടില്ല. സന്ദേശ് നിഗൻ, JJ, ജെറി, ലാൽവൻതുവാര, സഹൽ അബ്ദുസമദ്, സുമിത് റെഡി, അപ്പുയ്യ, റോഷൻ സിംഗ്, ശിവശക്തി നാരായൺ എന്നിവർ മാത്രമാണ് ഇതിനു മുമ്പ് എമേജിംഗ് പുരസ്കാരത്തിന് അർഹരായവർ. ഏതായാലും സച്ചിൻ എന്ന ഈ ഒരു മലയാളി ഗോൾ കീപ്പർ ചരിത്രം കുറിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.